എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഖത്തറിലുണ്ടായ ബോംബിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ഓരോ നിമിഷം നാം കിടക്കും തോറും അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾക്കും നാം സാക്ഷ്യം വഹിക്കുകയാണ്. അതിനോടൊരു സംഭവമാണ് നമുക്ക് ഇന്ന് രാവിലെ കേൾക്കേണ്ടി വന്നത്. ഇസ്രായേൽ നടത്തിയ ബോംബിംഗ് ഖത്തറിൽ, ആ വാർത്തയായിരുന്നു നാം ഇന്ന് കേട്ടത്. എന്നാൽ ഈ വാർത്തയിലേക്ക് നാം കടന്നെത്തുമ്പോൾ ശരിക്കും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. നാം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സമാധാനമായ ഒരു കുഞ്ഞു രാജ്യമാണ് ഖത്തർ. അവിടെ എങ്ങനെ ഈ ബോംബിങ്ങിനുള്ള സാഹചര്യമുണ്ടായി, അത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. നാം അതിലേക്കാണ് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഹമാസ് എന്ന കൊടും ഭീകര പ്രസ്ഥാനം ഇന്ന് ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേൽ അവർ കൂട്ടക്കൊല ചെയ്തു, സിവിലിയൻസിനെ മറ്റുമൊക്കെ ചെയ്ത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. അതിന് സപ്പോർട്ടായി ഹൂതികളും രംഗത്തുണ്ട്, ഇങ്ങനെ പലരും. ബട്ട് ഇതിൽ ഈ ഭീകരവാദികളുടെ എല്ലാ നേതാക്കന്മാരും പ്രധാനമായി ക്യാമ്പ് ചെയ്യുന്നത് ഖത്തറിലും തുർക്കിയിലുമായിരുന്നു. ഖത്തർ പരസ്യമായി ഒരു തീവ്രവാദത്തിനും വേണ്ട സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഭാഗത്ത് അപാകതകളുണ്ട്. മറ്റൊന്നുമല്ല, തീവ്രവാദ നേതാക്കന്മാർ മൊത്തം ക്യാമ്പ് ചെയ്യുന്നത് ഖത്തറിലാണ്. അതിനുള്ള സുരക്ഷിത വലയം ഖത്തർ ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു. രണ്ട് ശത്രുക്കൾ നമ്മൾ പോരാടിയാൽ ആദ്യം ശത്രുക്കൾ വിചാരിക്കുന്ന മറുവശത്തുള്ള ശത്രുക്കളുടെ ആസ്ഥാനവും അതിൻ്റെ നേതാക്കന്മാരെയും ഉന്മൂലനം ചെയ്യുക. ഇവയാണ് എങ്കിൽ മാത്രമേ ദൗത്യം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം, ഇസ്രായേൽ എപ്പോഴും ഉന്നം വയ്ക്കുന്നത് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെയാണ്. ഈ ഇറാനിൽ ഖത്തറിൽ താമസിച്ച മുഹമ്മദ് ഖനിയെ ഇറാനിൽ വെച്ച് കൊല ചെയ്തതും ഇസ്രായേൽ മാക്സിമം നേതാക്കളെയാണ് വധിക്കാൻ ശ്രമിക്കുക. അവരെ ഹണ്ടിങ് ചെയ്യുന്നു. അവരേത് പാളയത്തിലും ചെന്ന് അവരെ നശിപ്പിക്കാൻ ഉള്ളൊരു പ്രത്യേക സ്വഭാവമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഇതെല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ ഇവർക്ക് ഏത് രാജ്യങ്ങളാണോ ഈ തീവ്രവാദ നേതാക്കന്മാർക്ക് ഇരിക്കുന്നു, അവരെ നശിപ്പിക്കാൻ അവരുടെ ശത്രുക്കൾ അവരുടെ പാളയങ്ങളിൽ എത്തപ്പെടും. എന്നാൽ അവർ ക്യാമ്പ് ചെയ്യുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു കാരണം കൊണ്ട് അവിടെ അവരെ നശിപ്പിക്കാൻ ആരും കടക്കില്ല എന്ന് ഖത്തറിലെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ തീവ്രവാദികളോ കരുതിയിരുന്നിരിക്കാം. എന്നാൽ ഖത്തർ ചെയ്ത ഒന്ന് ആലോചിക്കേണ്ട ഒന്നായിരുന്നു. തീവ്രവാദികൾക്കൊരു സങ്കേതമായി ഖത്തറിനെ ഒരുക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് അവിടുത്തെ രാജാക്കന്മാർ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അവർ ചിന്തിച്ചില്ല. അവർ ധരിച്ചിരിക്കും ഖത്തറിനെ ആരും ഒന്നും ചെയ്യില്ല, ഇത് ഖത്തറിൻ്റെ മേലിലുള്ള ഒരു അറ്റാക്കല്ല. അങ്ങനെ നമ്മൾ കാണുകയും ചെയ്യരുത്. ശത്രുക്കളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ശത്രു എവിടെ ഇരുന്നാലും അവരുടെ ആപ്പോസിറ്റ് ശത്രു അവരെ തേടിയെത്തും, അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും. അവർ ഏത് രാജ്യത്തായിരുന്നാലും അവരുടെ ദൗത്യം, അതായത്
യുദ്ധം ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ഏത് രാജ്യത്തും എവിടെയും കടന്നെത്താൻ അവർ ശ്രമിക്കും. കാര്യം അത് അവരുടെ ദൗത്യമാണ്. സോ ഇതിൽ ഇസ്രായേലിനെ ആരെങ്കിലും പഴിചാരുന്നുണ്ടെങ്കിൽ അത് 100% അവരുടെ പേരിൽ നമ്മൾ തെറ്റെന്ന് പറയാൻ പറ്റില്ല. 1% എങ്കിലും അവർക്ക് ആസ്ഥാനം ഒരുക്കിക്കൊടുത്ത അവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും തീവ്രവാദികൾക്ക് ഒരു സങ്കേതം ഒരുക്കി കൊടുക്കുന്നത് തീവ്രവാദത്തെക്കാളും മോശമായ ഒരു സംവിധാനമാണ്. അവരെ അംഗീകരിക്കാൻ പറ്റിയില്ല, അതാരായിരുന്നാലും. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് എല്ലാ തീവ്രവാദികളും എല്ലാവരും സങ്കേതം ഒരുക്കി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ലോകം മൊത്തം നശീകരണത്തിൻ്റെ വക്കിലെത്തുമായിരുന്നു. പല രാജ്യങ്ങളുണ്ട്, അവർ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവർ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെടുക്കാം ഇറാൻ, സിറിയ, ലെബനാൻ, യമൻ, ഇവരെല്ലാം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ തീവ്രവാദികൾക്ക് അഭയം കൊടുക്കാത്ത രാജ്യങ്ങൾ ആരും ഒന്നും ഒരു ശല്യവും ചെയ്യുന്നില്ല. അവർക്കൊരു കുഴപ്പവുമില്ല, അവിടെ ആരും അറ്റാക്ക് ചെയ്യാനും പോവില്ല. അതുകൊണ്ട് ഇത് ഒരു തുറന്നൊരു കാര്യമാണ്, നാം എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഘടന ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, യുദ്ധം ജയിക്കാൻ രണ്ടു കൂട്ടരും പരസ്പരം മത്സരിക്കും. അവരുടെ മത്സരത്തിൻ്റെ ഭാഗമായി അവരെവിടെയും കടന്നെത്തി ഏത് ശത്രുപാളയത്തിലുമെത്തി അവരെ ഉന്മൂലനം ചെയ്യാൻ അവർ ശ്രമിക്കും. അത് ഹമാസ് ആയിരുന്നാലും ഇസ്രായേലായിരുന്നാലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരേത് സങ്കേതത്തിരിക്കുന്നു ആ സങ്കേതത്തിൽ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്തിരിക്കുന്ന അവർക്ക് അതിൻ്റെ ഒരു വടികൾ അവർക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ പാർട്ടായിട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ബോംബിങ് ചെയ്യുമ്പോൾ അവിടെ ആരാണ് എന്താണ് അവരുടെ ആ ഒരു പ്രധാന സ്ഥാനം നോക്കിയായിരിക്കും അറ്റാക്ക് ചെയ്യുക. എന്നാൽ ഈ യുദ്ധത്തിൽ അവരെവിടെയാണ് തീവ്രവാദികൾ അവർക്ക് വേണ്ടിയിരുന്ന അവരവിടേക്കായിരുന്നു ബോംബിങ് നടത്തിയത് എന്നാണ് അറിയുന്നത്. മറ്റൊരു ഭാഗത്തും ഖത്തറിൻ്റെ വേറെ യാതൊരു ഭാഗത്തും അവരൊന്നും ഒരു ബോംബിങ്ങും ചെയ്തില്ല. സോ ഇനി ഖത്തർ ഇതിനെക്കുറിച്ച് ഒരു പുനർചിന്തയുടെ ആവശ്യമാണ്. ഖത്തറിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ തീവ്രവാദം നടത്താനുള്ള സാഹചര്യം ഒരു രാജ്യക്കാരും നടത്തരുത്, അതിന് ശ്രമിക്കരുത്. അങ്ങനെയുള്ള തീവ്രവാദികളെ ആ നാട്ടിൽ നിർത്താതിരിക്കുക. അവരെ അവിടെ നിന്ന് മാറ്റി ആ രാജ്യത്തിൻ്റെ സുരക്ഷിത കാക്കേണ്ടതാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളെയാണ്, ആ നാട്ടുകാർക്ക്, ആ നാഷണലിസ്റ്റിനായിരിക്കണം. അവരുടെ സുരക്ഷിതത്വം കൂടി എടുത്തുകൊണ്ടായിരിക്കണം തീവ്രവാദികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. ഇതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ കൊച്ചു തെറ്റുപറ്റി. ഇനിയെങ്കിലും അങ്ങനെയുള്ള ഇത് ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് ആശിക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം നാം മൂലം ഉണ്ടാക്കാനും പാടില്ല. ഒരു ബുദ്ധിമുട്ടാണ്. ഖത്തർ എല്ലാവർക്കും എല്ലാ രാജ്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയൊരു പിശക് അവരുടെ സൈഡിൽ ഉണ്ടായതിൽ ഖേദിക്കുന്നു. ഒന്ന് പുനർചിന്ത ചെയ്താലും നന്നായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.